ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എനിക്ക് ക്രിസ്മസിന് ഒരു പ്രസൻറ്റ് കിട്ടിയിട്ടോ. ഇതാണ് എൻ്റെ പേര്, മിനിവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇനി തുറന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഞാനിത് കുറേ സർപ്രൈസുകൾ കിട്ടി, അതിലൊരെണ്ണമാണ് ഇത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സർപ്രൈസ് എക്സ്. അപ്പോൾ ഞാനിനി തുറക്കട്ടെ. തുറക്കാൻ ഭയങ്കര പാടും, ഭയങ്കര ടൈറ്റാക്കി. ഇതാണ് സാധനം. ഇതും തുറക്കണം. ഞാൻ ഇതിലെന്താ സർപ്രൈസ് എനിക്ക് അറിയില്ല, വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ ആരോ ഇട്ടുണ്ട്, അവിടെയാണ് തുറക്കുക. വാ, നല്ലൊരു എഗ് കിട്ടും. ഇനി നമുക്കിത് തുറക്കാം. വാ, ഇതൊക്കെ കിട്ടിയിട്ട് അറിയുന്ന ആദ്യം എനിക്ക് കിട്ടിയത് ഒരു ട്രേ പോലത്തെ ഒരു ഇങ്ങനത്തെ ഒരു ട്രേ പോലെ. പിന്നെ ഇത്തിരി പാക്കറ്റ്സ് ഉണ്ട് ഇതിലെ. അതാണ് സർപ്രൈസ്. ഇതിലെന്തുകൊണ്ടാണ് ആർക്കും അറിയില്ല. അപ്പോൾ ഇതൊരു ഇൻസ്ട്രക്ഷൻ ബുക്കാണ്. ഇതിൽ നോക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഇതാണ്. ഒരു ക്യാറ്റിൻ്റെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ക്യാറ്റിൻ്റെ സാധനങ്ങൾ. അപ്പോൾ അതേ കണ്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുക. ഇത് ഫുള്ള് അവർ കാണിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. കണ്ടോ, അപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇതിൽ ക്യാറ്റിൻ്റെ ഒരു ടീപ്പോട്ടാണ് ഉണ്ടാക്കുന്നത്. ക്യാറ്റല്ല ശരിക്കും. അപ്പോൾ നോക്കട്ടെ ഇവിടെ. ക്യാറ്റിൻ്റെ ഒരു ടീപ്പോട്ടാണ്. പിന്നെ വേറൊരു പാക്കറ്റ് ഉണ്ട്. ഇതൊരു എന്താ പറയുക, നമ്മൾ ഇങ്ങനെ എടുക്കില്ലേ സാധനങ്ങൾ. ഇതേ കണ്ടോ, ഇതുപോലെ എടുക്കില്ലേ നമ്മളിങ്ങനെ ആ സാധനമാണ് ഇത്. അപ്പോൾ എൻ്റെ ഉള്ള വരണം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനെയാണ് ഫോക്കസ്. അപ്പോൾ നമുക്ക് ഓരോന്ന് അത് തുറക്കാം കേട്ടോ. ഇത് നമുക്ക് ആദ്യം നോക്കാം. എന്തൊക്കെ നോക്കാം. ഇത് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയിട്ടോ. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫസ്റ്റ് പാക്കറ്റിൽ നിന്ന് ഇതാണ് എനിക്ക് കിട്ടിയേ, കണ്ടോ. പിന്നെ സെക്കൻഡ് പാക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇതാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇത് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഒക്കെ ഫേസിൽ നമുക്ക് ഒട്ടിക്കാം കേട്ടോ. ഈ കണ്ണുകൾ, പിന്നെ നോസ്, ഈ ഹാർട്ട്, ഇതെല്ലാം ഒട്ടിക്കാം കേട്ടോ ഫേസിൽ. അപ്പോൾ ഇതാണ് സ്റ്റിക്കർ. പിന്നെ ഇതെന്തോ ഒരു സാധനം. നെക്സ്റ്റ് പാക്കറ്റിൽ നിന്ന് എനിക്ക് ഇതാട്ടോ കിട്ടിയ ഒരു ബോട്ടിൽ. എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. പിന്നെ ഇത് കിട്ടിയിട്ടോ. ഈ സാധനം എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഇൻസ്ട്രക്ഷൻ ബുക്ക് വായിച്ചിട്ട് ചെയ്യണം കേട്ടോ. അത് കാരണമാണ് എനിക്കൊന്നും അറിയാത്തത്. ഫസ്റ്റ് നമുക്ക് ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഈ പാക്കറ്റിൽ നമുക്ക് എന്തുകൊണ്ടാന്ന് നോക്കാം. ഇതാണ് ടീപോട്ട് കേട്ടോ. ഇതാണ് ടീപോട്ട്. ഇതാണ് നമ്മുടെ ടീപോട്ട് വരുന്നത്. ഇതൊരെണ്ണം കൂടെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻ ബുക്ക് നോക്കിയിട്ട് ഉണ്ടാക്കാം. നോക്കാം. സിൽക്കാരി മെറ്റീരിയലാണെന്ന് തോന്നുന്നു. ഭയങ്കര സോഫ്റ്റ് കിട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ്. അപ്പം ആദ്യം അവരിങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു ലിക്വിഡ് ഒഴിക്കണം. അതിലേക്ക് ഒരു 10 to 15 മിനിറ്റ്സ് ഈ ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞിട്ട് സണ്ണിൽ വെക്കണം. അത് വെച്ച് കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് ഒരു ട്വിസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് തുറക്കണം. ഇങ്ങനെയാണ് തുറക്കുക. അപ്പം ഇങ്ങനെ മുകളിലേക്ക് പൊന്തിച്ചിട്ടല്ല, ഇങ്ങനെയായിരുന്നു തുറക്കുക. അപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നു. അപ്പോൾ കിട്ടി. ഇനി ഞാൻ ഒഴിക്കാൻ പോകട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് ഒഴിക്കുക. ഇത് കണ്ടോ, ഇത് സൈഡിലേക്കൊക്കെ പോകട്ടോ. ശരിക്കും ഇതൊരു മോൾഡാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ ജാറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് ഈ ജാറ് എടുക്കണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ ഒരു ജാറിൻ്റെ ഒരു ഷേപ്പിൽ വരും. അപ്പോൾ അതാണ് സണ്ണിൽ ലീവ് ചെയ്യാൻ പറഞ്ഞേക്കണം. അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി വരും. ഇത് ഞാൻ ഫുള്ള് ഫില്ലാക്കി. ഇനി ഞാൻ ഒന്ന് ഡ്രൈ ചെയ്യാൻ ഒന്ന് വെക്കട്ടെ കേട്ടോ, ഒരു 15 മിനിറ്റ്സ്. ഞാൻ വെയിലത്ത് ഇത് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഗ്ലാസ് പോലെ ആയിട്ടിട്ടത്. വെയിലത്ത് നല്ല ചൂടായിട്ടത്. അപ്പോൾ ഇനി നമുക്ക് എടുക്കാം. നല്ല ഹോട്ടായിരുന്നു ഇട്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഗായ്സ് ഞാൻ അത് എടുത്തു. അപ്പം ഇങ്ങനെയാണ് വന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റിക്കർ ഒട്ടിക്കലാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ 2 ഹോൾ ഉണ്ട് കണ്ടോ ഈ ഹാൻഡില്. പിന്നെ ഇതൊക്കെ കണ്ടോ, അതൊക്കെ വെക്കാനാണ്. ഇനി അതിനാണ് നമുക്ക് ഇത്തിരി ഉണ്ട് ബാക്കി ഗ്ലൂ ഒക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ.
ഇങ്ങനെ ലഭിക്കും. യെസ്. അപ്പോൾ ഇതാണ് ലുക്ക് അതിൻ്റെ. ഇതെല്ലാം വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഒരു 10 to 15 മിനിറ്റ്സ് സണ്ണിലൊന്ന് വെക്കണം. എന്നിട്ട് ഇത്തിരി ഹോട്ടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്നും എടുക്കട്ടോ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ വലിയ ഭയങ്കര ഹാപ്പിനെസ്. എന്താ വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ, വലിയ ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ ഉള്ളൊക്കെ ഉണ്ട്, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് അതപ്പോൾ ആവണ നേരത്ത് നമുക്ക് ഇവിടെ ഐസ് ഒട്ടിക്കാം കേട്ടോ, ലിഡുമ്മേ. സ്റ്റിക്കേഴ്സിൻ്റെ അപ്പം ഇതിൽ പറഞ്ഞേക്കുന്നത് ആദ്യം ഇത് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ പ്ലാസ്റ്റിക് ഊരാനാണ്. അപ്പം അവിടെ പെർമനൻ്റ് ആയി എന്ത് സ്റ്റിക്കാവുന്നത് കാണിച്ചേ, തിരിച്ച് കാണിച്ചേ. അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കർ നമുക്ക് അയച്ചു വെക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങി. ഇനി ഒരു സാൻഡ് പേപ്പർ തന്നിട്ടുണ്ട്. അത് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഒന്ന് കളയാനാണ്. കേട്ടോ. അപ്പോൾ ഗൈസ് ഇതായിൻ്റെ ഇനി ഇത് മുകളിൽ വെക്കുക. കണ്ടോ, ടീ പോട്ടായിട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി ഇതുകൂടി ഒട്ടിക്കാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഊരി ഞാൻ ഇങ്ങനെയാണ് വന്നത് കേട്ടോ. അപ്പോൾ തന്ന സർപ്രൈസ് ബോൾ തന്നെ ഇതാവണ നേരത്ത് ഞാൻ ഇത് 2 ഹാൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ വെച്ചു. എന്നിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒയ്യോ ഇത് ഫൈനൽ ലുക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.